ഹായ് ഓൾ. SSC CGL-ന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റിന്റെ 4ാമത്തെ സെഷനാണ് ഇത്. നമ്മൾ ഓൾറെഡി ഇതിന് മുമ്പ് 3 സെഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു ക്വസ്റ്റ്യൻസ് കണ്ടിട്ടില്ലാത്തവർ നിങ്ങൾക്ക് ചാനലിൽ ചെന്ന് ആ വീഡിയോസ് കാണാവുന്നതാണ്. ആൻഡ് ഇനി മുമ്പിലോട്ട് വരാതിരിക്കുന്ന സെഷൻസിൽ നമ്മൾ CGL-ന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും വരാൻ പോകുന്ന SSC CGL-ന്റെ എക്സാമിന്റെ പ്രിപ്പറേഷന് വേണ്ടി. ആൻഡ് ചാനൽ ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഡെഫിനറ്റ്ലി ചാനൽ ഫോളോ ചെയ്യുക. ആ ഒരു വീഡിയോസ് ഒക്കെ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന്റെ കൂടെ ചേർന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി. നമുക്ക് ഡയറക്റ്റ്ലി ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ മുമ്പിലുണ്ട്. റേഡിയസ് ഓഫ് എ സർക്കിൾ ഈസ് 10 സെന്റിമീറ്റർ. ആംഗിൾ മെയ്ഡ് ബൈ കോഡ് AB അറ്റ് ദി സെന്റർ ഓഫ് ദി സർക്കിൾ ഈസ് 60 ഡിഗ്രി. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദി കോഡ്? നമ്മളോട് ക്വസ്റ്റ്യനിൽ പറയുന്നത് ഒരു സർക്കിൾ ഉണ്ട്. ആ സർക്കിളിന്റെ ഒരു കോഡുണ്ട്, കോഡ് AB. ആ കോഡ് AB ആ സർക്കിളിന്റെ സെൻട്രലിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രി ആണ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. സോ ഇവിടുത്തെ ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രി ആണ്. സെന്റർ O ആണ്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ പറയുന്നത് ഈ ഒരു സർക്കിളിന്റെ റേഡിയസ് 10 ആണെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ ഈ വരച്ചിരിക്കുന്ന OA എന്ന് പറയുന്നതും 10 ആണ്. ഈ OB എന്ന് പറയുന്നതും 10 ആണ്. ഇനി ഈ രണ്ട് സൈഡ്സും ഈക്വൽ ആണെങ്കിൽ ഈ ഒരു ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ ഈ രണ്ട് സൈഡും ഈക്വൽ ആണെങ്കിൽ ഉറപ്പായിട്ടും ഈ രണ്ട് ആംഗിൾസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇത് 60 ഡിഗ്രി ആണെങ്കിൽ റിമൈനിങ് ഉള്ളത് 120 ഡിഗ്രി ആണ്. ആൻഡ് രണ്ട് ആംഗിൾസും ഈക്വൽ ആണെങ്കിൽ രണ്ട് ആംഗിൾസും എന്തായിരിക്കും? രണ്ട് ആംഗിൾസും 60 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇത് ഏത് ട്രയാങ്കിളായി മാറി? നമ്മുടെ ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിളായി മാറി. ഇനി ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണെങ്കിൽ മൂന്ന് ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ മൂന്ന് സൈഡ്സും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് സൈഡും 10 ആണെങ്കിൽ ഈ സൈഡും എന്തായിരിക്കും? 10 ആയിരിക്കും. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഇസ് ദ ലെങ്ത് ഓഫ് ദി കോഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് ആ കോഡ് എന്ന് പറയുന്നതാണ് നമ്മുടെ AB എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ABയുടെ ലെങ്ത് എന്ത് തന്നെയാണ്? 10 സെന്റിമീറ്റർ തന്നെയാണ് ഈ കോഡിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. സോ ആൻസർ ഈസ് 10 സെന്റിമീറ്റർ. ഓപ്ഷൻ ഡി 10 സെന്റിമീറ്റർ ആണ് നമ്മുടെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത നമുക്ക് പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ, ഹൗ മെനി സ്പെറിക്കൽ ലെഡ് ഷോട്ട്സ് ഈച്ച് ഓഫ് ഡയമീറ്റർ 8.4 centimeter can be obtained from a rectangular solid of lead with dimension 88 centimeter, 63 centimeter and 42 centimeter. നമ്മൾക്കവിടെ ചോദിക്കുന്നത് എത്ര സ്പെറിക്കൽ നമുക്ക് ബോൾസ്, ഓക്കെ, നമുക്ക് സ്പെറിക്കൽ ഷോട്ട്സ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. സ്പെറിക്കൽ ബോൾസ് എന്നുള്ളതാണ് അത് ഉദ്ദേശിക്കുന്നത്. സ്പെറിക്കൽ ഷോട്ട്സ് നമുക്ക് കിട്ടും എന്നാണ് ചോദിക്കുന്നത്. എവിടെ നിന്നാണ് അത് ഉണ്ടാക്കേണ്ടത്? നമുക്ക് പറഞ്ഞിരിക്കുന്നത് ആ ഒരു റെക്ടാങ്കുലർ സോളിഡിൽ നിന്നാണ് അത് ഉണ്ടാക്കേണ്ടത് എന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് ഒരു ക്യൂബോയിഡിനെ കുറിച്ചാണ് അവർ പറയുന്നത്. എന്താണ് നമുക്കിവിടെ കാണാം, 3 യൂണിറ്റ്, നമുക്ക് 3 സൈഡിന്റെ ലെന്ത് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ 3 സൈഡിന്റെ മെഷർമെന്റ്സ് തന്നിട്ടുണ്ട്. സോ അതൊരു ക്യൂബോയിഡിനെ കുറിച്ചായിരിക്കും പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് എത്ര സ്പെറിക്കൽ ഷോട്ട്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു N എന്നുള്ളത് തന്നെയാണ് നമ്മൾ എത്ര എന്നുള്ള രീതിയിൽ എടുത്തിരിക്കുന്നത്. സോ അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിന്റെ ഫോർമുലാസ് എല്ലാം ഒന്ന് എടുക്കുകയാണെങ്കിൽ N ഇൻറ്റു ഒരു സ്പിയറിന്റെ വോളിയം എന്ന് പറയുന്നത് 4/3 പൈ R ക്യൂബ് ആണ്. നമ്മുടെ ഒരു ക്യൂബോയിഡിന്റെ വോളിയം എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. സോ നമുക്ക് അറിയാവുന്ന വാല്യൂസ് എല്ലാം അതിലേക്ക് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ N ഇൻറ്റു 4/3 ഇൻറ്റു പൈയുടെ വാല്യൂ 22/7 ആണ്. നമുക്കവിടെ ക്വസ്റ്റ്യനിൽ റേഡിയസ് അല്ല ഡയമീറ്റർ ആണ് തന്നിരിക്കുന്നത്. കാണാൻ പറ്റും ഡയമീറ്റർ 8.4 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ നമുക്കതിനെ 8.4നെ 84 എന്ന് എടുക്കാം. ഡിവൈഡഡ് ബൈ നമ്മൾ 2 ചെയ്യുമ്പോൾ അത് ഡയമീറ്റർ ആയതുകൊണ്ട് ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോൾ അത് റേഡിയസിലേക്ക് മാറും. പിന്നെ നമ്മൾ ആ ഡെസിമൽ മാറ്റിയിട്ടുണ്ട്. സോ അത് മാറ്റിയെങ്കിൽ നമ്മൾ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം? താഴെ ഒരു 0 കൂടി എഴുതണം. സോ നമ്മൾ 8.4നെയാണ് 84/10 എന്ന് എടുത്തിരിക്കുന്നത്. പിന്നെ അത് ഡയമീറ്റർ ആയതുകൊണ്ട് നമ്മൾ അതിനെ റേഡിയസ് ആക്കാൻ ബൈ എന്ത് കൂടി ചെയ്യണം? 2 ചെയ്യണം. അങ്ങനെയാണ് 20 എന്ന് എടുത്തേക്കുന്നത്. ഇനി R ക്യൂബ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ 3 വട്ടം എടുക്കാം. 84 ഇൻറ്റു 20 ഇൻറ്റു 84/20. അപ്പം നമുക്ക് അത് അങ്ങനെ എടുക്കാനുള്ള റീസൺ നമുക്ക് കട്ട് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് നമ്മൾ ക്യൂബിന് എടുക്കുന്നതിന് പകരം ആ ഒരു രീതിയിൽ എടുത്തേക്കുന്നത്. സോ 84/20നെ 3 വട്ടം എടുക്കണം, ബിക്കോസ് അത് ക്യൂബ് ആയതുകൊണ്ട്. ഇനി ഇത് ഈക്വൽ ടു നമുക്ക് ലെങ്ത് ഇൻറ്റു ബ്രെത്ത് ഇൻറ്റു ഹൈറ്റ് നമുക്ക് അത് തന്നിട്ടുണ്ട്. 88 ഇൻറ്റു 63 ഇൻറ്റു 42 നമുക്ക് തന്നിട്ടുണ്ട്. സോ ഇതൊന്ന് ക്യാൻസൽ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. സോ നമുക്ക് ഇത് വളരെ പെട്ടെന്ന് ക്യാൻസൽ ചെയ്തെടുക്കാം. സോ നമുക്ക് 4 ഇൻറ്റു 22 എന്ന് പറയുന്നത് 88 ആണ്. ഇനി നമുക്ക് ഇവിടുന്ന് 7ഉം 84ഉം ക്യാൻസൽ ചെയ്താൽ ഒരു 12 ടൈംസ് പോകുമെന്ന് നമുക്ക് അറിയാം. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു 3ഉം 12ഉം ക്യാൻസൽ ചെയ്താൽ നമുക്കത് 4 ടൈംസ് പോകും. ഇനി നമുക്ക് ഇവിടുന്ന് ഈ ഒരു 4ഉം 20യും ക്യാൻസൽ ചെയ്താൽ 5 ടൈംസ് പോകും. അതുപോലെ തന്നെ നമുക്ക് ഈ ബാക്കിയുള്ളതിനെ നമ്മൾ 4 വെച്ചൊന്ന് ക്യാൻസൽ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇവിടെ 21 എന്നും ഇവിടെ 5 എന്നും ആൻഡ് അഗെയിൻ ഇവിടെയും നമുക്ക് 21 എന്നും ഇവിടെ നമുക്ക് 5 എന്ന് വരും. ഇനി നമുക്ക് 21 വെച്ച് നമ്മുടെ റൈറ്റ് സൈഡ് ഒന്ന് ക്യാൻസൽ ചെയ്യണമെങ്കിൽ 21ഉം
63 എന്ന് പറഞ്ഞാൽ 21 ഇൻറ്റു 3 ആണ്. സോ നമുക്ക് ഇവിടെ 3 എന്ന് വരും. അഗൈൻ 21 42 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 21 ഇൻറ്റു 2 ആണ് 42 എന്ന് പറയുന്നത്. സോ നമുക്ക് റിമൈനിങ് നിങ്ങൾക്ക് കാണാൻ പറ്റും. താഴെ 3 5 ഉണ്ട്. അതിനെ നമുക്ക് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം. ആൻഡ് ഈ സൈഡിൽ നമുക്കൊരു 3 ഇൻറ്റു 2 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ n ഈക്വൽ ടു അതിൽ ഒരു 2 ഇൻറ്റു ഒരു 5 ചെയ്യുമ്പോൾ നമുക്കത് 10 എന്ന് വരും. ഇൻറ്റു നമുക്കവിടെ 5 റിമൈനിങ് 2 5 ഉണ്ട്. സോ 5 ഇൻറ്റു 5 75ഉം ആൻഡ് അവിടെ ഒരു 3 കൂടി ഉണ്ട്. സോ 5 ഇൻറ്റു 5 25ഉം 25 ഇൻറ്റു 3 75 എന്നും വരും. സോ അങ്ങനെയാണെങ്കിൽ നമുക്കത് 75 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ 75 ഇൻറ്റു 10 നമുക്കവിടെ 750 എന്ന് കിട്ടും. സോ മൊത്തം നമുക്കവിടെ 750 സ്പെറിക്കൽ ഷോട്ട്സ് ഉണ്ടാക്കാൻ പറ്റും നമുക്ക് ആ ഒരു പറഞ്ഞിരിക്കുന്ന ഡയമീറ്ററിൽ ആ ഒരു തന്നേക്കുന്ന റെക്ടാങ്കുലർ സോളിഡ് ഓഫ് ലെഡ് വെച്ച്. സോ ആൻസർ 750 ഓപ്ഷൻ ബി എന്ന് നമുക്ക് ആൻസർ വരും. നോക്കി കുറച്ചധികം ലെന്തി ആയിട്ടുള്ള ഒരു കാൽക്കുലേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അതിനെ വളരെ പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കുന്നത് നമ്മളൊന്ന് പ്രോപ്പർലി എടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഇനി അടുത്തൊരു ക്വസ്റ്റിലേക്ക് പോകാം. ഇൻ ദ ട്രയാങ്കിൾ എ ബി സി, എ ബി ഈക്വൽ ടു 12 സെന്റിമീറ്റർ, എ സി ഈക്വൽ ടു 10 സെന്റിമീറ്റർ ആൻഡ് ആംഗിൾ എ ബി എ സി ഈക്വൽ ടു 60 ഡിഗ്രി. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ദി ലെങ്ത് ഓഫ് ദി സൈഡ് ബി സി? ഇപ്പൊ നമുക്കൊരു ട്രയാങ്കിളിനെ കുറിച്ചാണ് പറയുന്നത്. ട്രയാങ്കിൾ എ ബി സി, അതിൽ എ ബി എന്ന് പറയുന്ന 12 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് എ സി എന്ന് പറയുന്ന 10 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ബി എ സി എന്ന് പറയുന്ന ഈ ഒരു ആംഗിൾ 60 ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളോട് ചോദിക്കുന്ന വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് ദ ലെങ്ത് ഓഫ് ദിസ് സൈഡ് ബി സി എത്ര എന്നാണ് നമുക്ക് ചോദിക്കുന്നത്. സോ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുന്ന കൺസെപ്റ്റ് ആണ് കൊസൈൻ റൂൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് ആൻസർ എടുക്കാൻ പറ്റും. കൊസൈൻ റൂൾ. സോ എന്താണ് കൊസൈൻ റൂൾ? സോ കൊസൈൻ റൂൾ എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന സൈഡ് വെച്ച് നമ്മൾ അതിനെ പറയുവാണെങ്കിൽ ബി സിയുടെ സ്ക്വയർ എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ബി സി എന്ന് പറയുന്ന സൈഡിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് എ ബി സ്ക്വയർ പ്ലസ് എ സി സ്ക്വയർ മൈനസ് 2 ഇൻറ്റു എ ബി ഇൻറ്റു എ സി ഇൻറ്റു കോസ് ഓഫ് 60 ഡിഗ്രി. എങ്ങനെയാണ് നമ്മുടെ ആ ഒരു കൊസൈൻ റൂൾ വരുന്നത്? നമുക്ക് കണ്ടുപിടിക്കേണ്ട ബി സി എന്ന് പറയുന്നതിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് നമുക്ക് ബാക്കിയുള്ള രണ്ട് സൈഡിന്റെ സ്ക്വയറിന്റെ സം മൈനസ് 2 ഇൻറ്റു ആ രണ്ട് സൈഡിന്റെ പ്രൊഡക്റ്റ് ഇൻറ്റു ആംഗിൾ ബിറ്റ്വീൻ ദം എന്നുള്ളതാണ്. കോസ് ഓഫ് ആംഗിൾ ബിറ്റ്വീൻ ദം എന്നുള്ളതാണ് കോസ് 60 ഡിഗ്രി എന്ന് പറയുന്നത്. ഇനി നമ്മൾ അതിന്റെ വാല്യൂസ് എല്ലാം ഒന്ന് അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മളൊന്ന് സോൾവ് ചെയ്യുകയാണെങ്കിൽ എ ബി എന്ന് പറയുന്നത് നമുക്ക് 12 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 12ന്റെ സ്ക്വയർ നമുക്ക് 144 എന്ന് വരും. ആൻഡ് എ സി എന്ന് പറയുന്നത് 10 തന്നിട്ടുണ്ട്. സോ അതിന്റെ സ്ക്വയർ നമുക്ക് 100 എന്ന് വരും. ദെൻ 2 ഇൻറ്റു നമുക്കവിടെ എ ബി എന്ന് പറയുന്ന 12 ഇൻറ്റു എ സി എന്ന് പറയുന്ന 10 ഇൻറ്റു കോസ് 60 ഡിഗ്രി. കോസ് 60 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 1/2 ആണ്. സോ നമുക്ക് 1/2 എടുക്കാം. സോ ഇവിടെ നിന്ന് ഈ 2ഉം ക്യാൻസൽ ആവും. 12 ഇൻറ്റു 10 120 എന്ന് വരും. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ 144ൽ നിന്ന് ആ 120 മൈനസ് ചെയ്താൽ റിമൈനിങ് 24 എന്ന് വരും. ആ 24ഉം ആ 100 വെച്ച് ചേരുമ്പോൾ നമുക്ക് 124 എന്നായിരിക്കും നമുക്ക് അവിടെ നിന്ന് വരുന്നത്. ബി സി സ്ക്വയറിന്റെ വാല്യൂ ആണ് 124. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബി സിയുടെ വാല്യൂ റഫ്ലി എത്ര വരും എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. അപ്പൊ നമുക്കറിയാം 11ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 121 ആണ്. അപ്പൊ റഫായിട്ട് മാത്രം നോക്കുക. നമുക്ക് 121ന്റെ വളരെ അടുത്താണ് 124 വരുന്നത്. സോ ഉറപ്പായിട്ടും ഇതിന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? 11 പോയിന്റ് സംതിങ് ആയിരിക്കും. സോ ഓപ്ഷനിലേക്ക് വരുമ്പോൾ ഓപ്ഷനിൽ നമുക്ക് 11.13 എന്നൊരു ഒറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ 11ന്റെ റേഞ്ചിൽ വരുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ആൻസർ എന്ന് പറയുന്നത് 11.13 സെന്റിമീറ്റർ എന്ന ആൻസർ വരും. സോ കൊസൈൻ റൂൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതേപോലത്തെ ക്വസ്റ്റൻസ് ഒക്കെ വരുമ്പോൾ അപ്രോച്ച് ചെയ്യാനും അതുപോലെ തന്നെ സ്ക്വയർ റൂട്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് അതിനെ വളരെ റഫായിട്ട് മാത്രം ഓപ്ഷൻ കൂടി യൂസ് ചെയ്തുകൊണ്ട് മാത്രം സ്ക്വയർ റൂട്ട് എടുക്കാൻ നോക്കുക. ഇനി അടുത്തൊരു ട്രിഗ്നോമെട്രിയുടെ ക്വസ്റ്റൻ ആണ്. നമുക്ക് ആ ക്വസ്റ്റിനെ ഒന്ന് അപ്രോച്ച് ചെയ്യാം. നമുക്കവിടെ പറഞ്ഞിരിക്കുന്ന ടാൻ സ്ക്വയർ എ പ്ലസ് കോട്ട് സ്ക്വയർ എ മൈനസ് സീക് സ്ക്വയർ എ ഇൻറ്റു കൊസീക് സ്ക്വയർ എ എന്ത് വരും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ടാൻ സ്ക്വയർ എ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതെന്ന് പറയുന്നത് സൈൻ സ്ക്വയർ എ ബൈ കോസ് സ്ക്വയർ എ ആണ് അതെന്ന് പറയുന്നത്. പ്ലസ് കോട്ട് സ്ക്വയർ എ എന്ന് പറയുമ്പോൾ നമുക്ക് അതെന്ന് പറയുന്നത് കോസ് സ്ക്വയർ എ ബൈ സൈൻ സ്ക്വയർ എ ആണ്. ആൻഡ് ദെൻ നമുക്കവിടെ ബാക്കി തന്നേക്കുന്നതിനും സൈനും കോസ് ടേംസിലേക്ക് ആക്കി കഴിഞ്ഞാൽ കൊസീക് എന്ന് പറഞ്ഞാൽ നമുക്കത് 1 കോസും സീക്ക് എന്ന് പറഞ്ഞാൽ അത് 1 കോസും കൊസീക് എന്ന് പറഞ്ഞാൽ നമുക്ക് അത് 1 സൈനും ആണ്. സോ ആ വാല്യൂസ് എല്ലാം നമുക്ക് അതേപോലെ ഒന്ന് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് അതിനൊന്ന് ചേഞ്ച് ചെയ്ത് എഴുതുവാണെങ്കിൽ നമുക്കവിടെ കൊസീക് എന്ന് പറയുമ്പോഴത്തേന് നമുക്ക് അവിടെ അതിനെ സൈൻസ് എന്നെടുക്കാം. സ്ക്വയർ ഉണ്ടായിട്ട് സൈൻ സ്ക്വയർ എന്നെടുക്കാം. ആൻഡ് സീക്ക് എ എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെ കോസ് എ എന്നെടുക്കാം. ആൻഡ് സ്ക്വയർ ഉണ്ടായിരുന്നു നമുക്ക് കോസ് സ്ക്വയർ എന്നെടുക്കാം. സോ നമുക്ക് ഇങ്ങനെ ആയിരിക്കും വരുന്നത്. ഇനി നമുക്ക് ഇതിനൊന്ന് ക്രോസ് ചെയ്ത് സോൾവ് ചെയ്യാം. സോ ആദ്യമേ ഈ ഒരു പോർഷനെ നമ്മളൊന്ന് ക്രോസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഇത് സൈൻ പവർ 4a പ്ലസ് കോസ് പവർ 4a എന്ന് വരും. ഇനി നമുക്ക് ഇവിടെ നോക്കി കാണാൻ പറ്റും ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് നമുക്ക് എന്തായിരിക്കും വരാൻ പോകുന്നത്? സൈൻ സ്ക്വയർ എ കോസ് സ്ക്വയർ എ എന്നായിരിക്കും വരുന്നത്. ആൻഡ് ഈ സൈഡിൽ നമുക്ക് വരുമ്പോഴത്തേന് 1
സെയിം സൈൻ സ്ക്വയർ എ ഇൻറ്റു കോസ് സ്ക്വയർ എ തന്നെയാണ് നമ്മുടെ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത്. സോ ഇനി ഇവിടുത്തെ ഈ ഒരു മുകളിലെ പോർഷനെ നമുക്കൊന്ന് ചേഞ്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് മുകളിലത്തെ പോർഷനെ നമുക്ക് സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ എ ദ ഹോൾ സ്ക്വയർ -2 ഇൻറ്റു സൈൻ സ്ക്വയർ എ കോസ് സ്ക്വയർ എ എന്ന് നമുക്ക് അതിനെ എടുക്കാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ എന്താ യൂസ് ചെയ്തേക്കുന്നത്? നമ്മളൊരു ഓൾജിബ്രയുടെ കൺസെപ്റ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓൾജിബ്രയുടെ ഏത് കൺസെപ്റ്റ് എന്നുള്ളത് കൂടി നമുക്കൊന്ന് എഴുതാം. ഓൾജിബ്രയുടെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് നമുക്കവിടെ പറഞ്ഞേക്കുന്ന അനുസരിച്ചാണെങ്കിൽ ഇപ്പം നമുക്കവിടെ എ പവർ 4 പ്ലസ് ബി പവർ 4 എന്ന് പറയുന്നത് നമ്മുടെ എ പ്ലസ് ബി അല്ലെങ്കിൽ എ സ്ക്വയർ, നമുക്ക് അതിനെ സ്ക്വയറിന്റെ ടേംസിൽ എഴുതാം, കുറച്ചുകൂടി സിമ്പിൾ ആക്കാം. നമുക്കതിനെ പവർ 4 ടേംസിൽ ചിലപ്പോൾ അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ സിമ്പിൾ ടേംസിൽ എഴുതാം. എപ്പോഴെങ്കിലും നമുക്ക് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കത് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ -2 ഇൻറ്റു എ ഇൻറ്റു ബി എന്നെടുത്താൽ മതി. സോ അതെങ്ങനെ വരുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഇപ്പം എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab എന്ന് വരും. ഒരു -2ab കൂടി ഇവിടെ ഉണ്ട്. സോ അങ്ങനെയാണെങ്കിൽ ആ ഒരു +2ab -2ab ക്യാൻസൽ ആയി പോകും. നമുക്ക് എന്ത് തന്നെ കിട്ടും? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആയിരിക്കും കിട്ടുന്നത്. സോ അതാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഫോർമുല. ഇവിടെ നമുക്ക് അവിടെ പവർ 4ലാണ് കൊടുത്തേക്കുന്നത്. നമ്മളിപ്പോൾ ഫോർമുല എഴുതിയിരിക്കുന്നത് സ്ക്വയറിലാണ് എഴുതിയിരിക്കുന്നത്. ബിക്കോസ് മോസ്റ്റ്ലി നമുക്ക് സ്ക്വയറിലാണ് ആവശ്യം വരുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ഇനി റിമൈനിങ് സ്റ്റെപ്സ് കൂടി നമുക്ക് എടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഒരു -1 ഉണ്ട്. ആൻഡ് ദെൻ ഫൈനലി നമുക്കിവിടെ താഴെ ഒരു ഡിനോമിനേറ്റർ ഉണ്ട്. ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് സെയിം സൈൻ സ്ക്വയർ എ ഇൻറ്റു കോസ് സ്ക്വയർ എ ആണ് ഡിനോമിനേറ്റർ. ഇനി നമുക്കിവിടെ നോക്കിയാൽ കാണാം സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ എ എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. ഇനി 1ന്റെ സ്ക്വയർ ഉണ്ട്, ഇവിടെ -1 ഉണ്ട്. സോ 1ന്റെ സ്ക്വയറും 1ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 1 തന്നെ വരും. ആൻഡ് ഇവിടെ നമുക്ക് -1 ഉണ്ട്. സോ അങ്ങനെയാണെങ്കിൽ ഈ പ്ലസ് എ 1ഉം -1ഉം ക്യാൻസൽ ആയി പോകും. ഇനി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു -2 സൈൻ സ്ക്വയർ എ കോസ് സ്ക്വയർ എ ഉണ്ട്. താഴെ നമുക്ക് ഡിനോമിനേറ്ററും സൈൻ സ്ക്വയർ എ കോസ് സ്ക്വയർ എ ഉണ്ട്. സോ അതും ക്യാൻസൽ ആയി പോകും. സോ റിമൈനിങ് ബാക്കി വരുന്ന ഒരു -2 മാത്രമാണ് അവിടെ നിന്ന് നമുക്ക് ബാക്കി വരുന്നത്. സോ ഓപ്ഷൻസിലേക്ക് വരുമ്പോൾ ഓപ്ഷൻ ബി -2 ആണ് നമ്മുടെ ആൻസർ. സോ കുറച്ച് വലിയൊരു ക്വസ്റ്റൻ ആണെങ്കിൽ പോലും നമ്മളൊരു 3 സ്റ്റെപ്സിൻ്റെ അകത്ത് അതിൻ്റെ ആൻസേഴ്സ് എഴുതിയിട്ടുണ്ട്. സോ ഈ രീതിയിലാണ് ഇതേപോലത്തെ ക്വസ്റ്റൻസ് വരുന്ന സമയത്ത് അപ്രോച്ച് ചെയ്യേണ്ടത്. നമ്മുടെ ഈ സെഷനിലെ ലാസ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോകാം. ആൻഡ് ഓൾറെഡി നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ നമ്മുടെ ലാസ്റ്റ് സെഷനിൽ നമ്മൾ ഇതേപോലത്തെ ഒരു സിംപ്ലിഫിക്കേഷൻ ക്വസ്റ്റിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. ഇതേ സെയിം അതേപോലത്തെ പാറ്റേണിലെ കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് ആ വർഷത്തെ CGL-ലെ കുറേ ഷിഫ്റ്റുകളിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് പെട്ടെന്ന് ആൻസർ എടുക്കേണ്ടതെന്ന്. നമുക്ക് മുകളിൽ കൊടുത്തത് നിങ്ങൾ കാണാൻ പറ്റും 4 ഇൻറ്റു a³ മൈനസ് b³ ആണ്. ആൻഡ് a³ മൈനസ് b³ എന്ന് പറഞ്ഞ് എടുക്കുമ്പോഴത്തേന് താഴെ നമുക്ക് കൊടുത്തേക്കുന്നതും കാണാൻ പറ്റും. താഴെ നമുക്ക് കൊടുത്തേക്കുന്ന a² പ്ലസ് b² പ്ലസ് p എന്നാണ് തന്നേക്കുന്നത്. p എന്ന് പറയുന്നത് എന്തായിരിക്കും? p എന്ന് പറയുന്നത് AB ആയിരിക്കും. ആൻഡ് നമുക്ക് മുകളിൽ a³ മൈനസ് b³. അപ്പോൾ അതിൻ്റെ ഫോർമുല നമ്മളൊന്ന് എഴുതുവാണെങ്കിൽ a³ മൈനസ് b³ എന്ന് പറയുന്നത് a മൈനസ് b ഇൻറ്റു a² പ്ലസ് b² പ്ലസ് AB ആണ് ശരിക്കുള്ള ഫോർമുല. അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും മുകളിലെ 17³ മൈനസ് 7³ നമുക്ക് എങ്ങനെ എടുക്കാം? ഈ എഴുതിയേക്കുന്ന ഫോർമാറ്റിൽ എടുക്കാം. ആൻഡ് താഴെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഈ താഴെ തന്നേക്കുന്നത് എക്സാക്ട്ലി ഇതാണ് തന്നേക്കുന്നത്. അവിടെ നമ്മുടെ പിയുടെ സ്ഥലത്താണ് എന്തെന്ന് തന്നേക്കുന്നത് AB എന്നാണ് ശരിക്കും വരേണ്ടത്. ഇനി നമുക്കത് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാൻ നോക്കാൻ വേണ്ടി നമുക്കിതിപ്പോൾ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി മുകളിൽ വരാൻ പോകുന്ന a മൈനസ് ബി ആയിരിക്കും. സോ a മൈനസ് ബി എന്ന് പറയുമ്പോൾ 17 മൈനസ് 3 7 വരും. ആൻഡ് ആ 4 ഇൻറ്റു 7 എന്ന് പറയുന്നത് എന്ത് തന്നെ വരും? കറക്റ്റ് 40 തന്നെ വരും. അപ്പോൾ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും ഓക്കെ നമുക്ക് ആ പറഞ്ഞേക്കുന്ന നമ്മൾ ആ തന്നേക്കുന്ന ഈ ഫോർമുലയായിട്ട് റിലേറ്റ് ചെയ്യുന്നതാണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് നമുക്ക് അവിടെ എയുടെ വാല്യൂ 17 ആണെന്നും ബിയുടെ വാല്യൂ 7 ആണെന്നും നമുക്ക് ഓൾറെഡി അവിടെ നിന്ന് മനസ്സിലായി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്ത് മാത്രമാണ്? ആ AB എന്താണെന്ന് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 17 ഇൻറ്റു 7 എന്ന് പറയുന്നത് ആണ് നമുക്ക് ഈ പറയുന്ന അവിടെ P എന്ന് തന്നേക്കുന്ന ആ പോർഷൻ ആണ് A ഇൻറ്റു ബി. ആൻഡ് A എന്ന് പറയുന്ന 17ഉം B എന്ന് പറയുന്ന 7ഉം ആൻഡ് 17 ഇൻറ്റു 7 എന്ന് പറയുന്നത് 119 വരും. നമ്മുടെ ലാസ്റ്റ് സെഷൻ കണ്ടിട്ടുള്ളവർക്ക് അറിയാം ഈ ഒരു ക്വസ്റ്റിനെ എക്സാക്ട്ലി സെയിം ക്വസ്റ്റിനെ എന്നാൽ ഇവിടെ 4 ഇല്ലാതെ a² a³ പ്ലസ് b³ കണ്ടീഷൻ വെച്ചുകൊണ്ട് നമുക്ക് ഇതേ സെയിം ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു ഇതിന്റെ മുമ്പത്തെ ഷിഫ്റ്റിൽ. സോ അതിലെ ക്വസ്റ്റ്യൻ നമ്മൾ ലാസ്റ്റ് സെഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ അത് കണ്ടിട്ടുള്ളവർ ഡെഫിനറ്റ്ലി അത് കണ്ടു നോക്കാം. നിങ്ങൾക്ക് ആ ഓർഡർ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ മുമ്പിലോട്ട് വരുന്ന ക്വസ്റ്റ്യൻസിനെ വളരെ ഈസി ആയിട്ട് അപ്രോച്ച് ചെയ്യാനും ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെയാണ് റിപ്പീറ്റ് ചെയ്തേക്കുന്നത് അത് റിപ്പീറ്റ് ചെയ്തപ്പോൾ എന്ത് ചേഞ്ചസ് ആണ് അതിൽ വന്നിരിക്കുന്നത് എന്നുള്ളതും മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യും. സോ ലാസ്റ്റ് സെഷൻ കണ്ടിട്ടുള്ളവർ ഉറപ്പായിട്ടും ലാസ്റ്റ് സെഷൻ കണ്ടു നോക്കുക. അതിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഈ ഒരു സെയിം ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് ഇതിന് മുമ്പത്തെ ഷിഫ്റ്റിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെ അതിനെ അപ്രോച്ച് ചെയ്തു എന്നുള്ളത്. സോ ഈ ഒരു സെഷനിൽ നമ്മൾ ബാക്കി
CGL ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. സോ ഇനി വരായിരിക്കുന്ന സെഷൻസിൽ നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ചാനൽ ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കുക. ആദ്യമായിട്ട് വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ആൻഡ് വരുന്ന വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുക അപ്കമിങ് CGL എക്സാമിന് വേണ്ടി. സോ വരുന്ന സെഷനിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് വേണ്ടി